ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആസിഡ് ആൻഡ് ബേസിസ് എന്ന പാഠഭാഗത്തിൽ ആൾട്ടർനേറ്റ് ഫോർ ലിറ്റ്മസ് എന്ന ഭാഗമാണ് നോക്കുന്നത്. റബ്ബ് എ റെഡ് ഹിബിസ്കസ് ഫ്ലവർ thoroughly on the both side of the white paper. What is the color of the paper now? This paper can be dried, can cut into strip. It can be used instead of blue litmus paper. Dip this paper in acidic liquid. ഒരു വെള്ള കടലാസിൻ്റെ ഇരുവശത്തും ചുവന്ന ചെമ്പരത്തിപ്പൂ നന്നായിട്ട് ഉരച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അപ്പോൾ അതിൻ്റെ പേപ്പറിൻ്റെ നിറം മാറും. എന്നിട്ട് ഈ പേപ്പർ ഉണക്കിയെടുത്ത് മുറിച്ച് നീല ലിറ്റ്മസ് പേപ്പറിന് പകരം ഉപയോഗിക്കാം. ഇത് ആസിഡ് സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ നിന്നും മുക്കി നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. Didn't the color of the paper change? This paper that turned red can be used instead of red litmus paper. This paper can be tested on the liquid in the science kits. Record your observation in the science diary. പേപ്പറിൻ്റെ നിറം മാറും. അപ്പോൾ എന്താ ചെയ്യുക? ചുവപ്പായി മാറിയ പേപ്പർ ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിന് പകരമായി ഉപയോഗിക്കുക. ഈ പേപ്പർ ശാസ്ത്ര കിറ്റിൽ നമ്മൾ എന്തൊക്കെയുണ്ട്, സയൻസ് കിറ്റിൽ നമ്മൾ എന്തൊക്കെ ദ്രാവകങ്ങൾ അതിലടങ്ങിയിരിക്കേണ്ടത് അതിലൊക്കെ ഒന്ന് മുക്കി നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇൻഡിക്കേറ്റേഴ്സാണ്. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ സൂചകങ്ങളാണ്. ഇൻഡിക്കേറ്റേഴ്സ് ആർ സബ്സ്റ്റാൻസസ് ദാറ്റ് ഹെൽപ്പ് ടു ഐഡൻറ്റിഫൈ ആസിഡ് ആൻഡ് ബേസിസ് ബൈ ചേഞ്ചിങ് ദെയർ കളർ. ലിറ്റ്മസ് പേപ്പർ ഈസ് ആൻ ഇൻഡിക്കേറ്റർ. നോക്കും, നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളെയാണ് എന്ത് പറയുന്നത്, ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ലിറ്റ്മസ് പേപ്പർ ഒരു ഇൻഡിക്കേറ്ററാണ്. ഓക്കെ, ഇനി ലബോറട്ടറി ഇൻഡിക്കേറ്റേഴ്സ് എന്താണ്? ഇൻ അഡീഷൻ ടു ദ ബ്ലൂ ആൻഡ് റെഡ് ലിറ്റ്മസ് പേപ്പർ ദാറ്റ് യു are now familiar with. Two other indicators that are commonly used in laboratories are phenolphthalein and methyl orange. Observe the changes in the color when 2 or 3 drops of phenolphthalein are added to various acid and bases. Similarly, add 2 or 3 drops of methyl orange in acid and bases and observe the changes of tabulate the color change. അപ്പോൾ എന്താ പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ ഇതാണ്. അത് നമ്മൾ ലബോറട്ടറിയിലൊക്കെ ലഭിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് എന്ത്, മീഥൈൽ ഓറഞ്ചും പിന്നെ ഫിനോത്തലീനും. അത് 2-3 ഡ്രോപ്സ് ഈ സയൻസ് കിറ്റിലെ ഈ ദ്രാവകങ്ങളിൽ ഒന്നും ഇറ്റിച്ച് നോക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുകയെന്ന് നോക്കാം. ഓക്കെ, വിനീഗറിൽ ഫിനോത്തലീൻ ഒഴിക്കുമ്പോൾ ഒരു കളർ ചേഞ്ചും ഉണ്ടാകുന്നില്ല. പക്ഷേ മീഥൈൽ ഓറഞ്ച് ഒഴിക്കുമ്പോൾ ലൈറ്റ് റെഡ് കളറോ ലൈറ്റ് പിങ്ക് കളറോ ആവും. ഓക്കെ, അടുത്തത് ക്ലിയർ ലൈം വാട്ടർ ഒഴിക്കുമ്പോൾ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം ഒഴിക്കുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ അത് പിങ്ക് കളറാവും. ഫിനോത്തലീൻ പിങ്ക് കളറാവും, മീഥൈൽ ഓറഞ്ച് ലൈറ്റ് യെല്ലോ ആയി മാറും. പിന്നെ ലെമൺ ജ്യൂസ് ഒഴിക്കുമ്പോൾ, നാരങ്ങാനീര് ഒഴിക്കുമ്പോൾ ഒരു കളർ മാറ്റം ഉണ്ടാവില്ല ഫിനോത്തലീന്. മീഥൈൽ ഓറഞ്ചിന് ലൈറ്റ് റെഡ് കളറോ ലൈറ്റ് പിങ്ക് കളറോ ആയിരിക്കും. പിന്നെ സോപ്പ് വാട്ടറിൽ ഫിനോത്തലീൻ ഒഴിക്കുമ്പോൾ പിങ്ക് കളറാവും, പിന്നെ മീഥൈൽ ഒഴിക്കുമ്പോൾ ലൈറ്റ് യെല്ലോ ആവും. പിന്നെ ക്ലിയർ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ തെളിഞ്ഞ അപ്പക്കാര ലായനിയിൽ ഫിനോത്തലീൻ ഒഴിക്കുമ്പോൾ പിങ്ക് കളറാവും, മറ്റേത് ലൈറ്റ് യെല്ലോ കളറാവും. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത് വിച്ച് സബ്സ്റ്റാൻസസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റർ ഓഫ് ആസിഡ്സ്? ഏതാണ്? മീഥൈൽ ഓറഞ്ച് അല്ലേ. കാര്യം വെച്ചാൽ ഏതൊക്കെ വസ്തുക്കളാണ് ആസിഡിൻ്റെ സൂചകങ്ങളായി ഉപയോഗിക്കുന്നത്? മീഥൈൽ ഓറഞ്ച്. ഓക്കെ, ഇനി അടുത്തത് വിച്ച് സബ്സ്റ്റാൻസസ് ക്യാൻ ബി യൂസ്ഡ് ഇൻഡിക്കേറ്റർ ഓഫ് ബേസിസ്? ഫിനോത്തലീൻ അല്ലേ. ബേസിൻ്റെ സൂചകങ്ങളായി ഉപയോഗിക്കുന്നത് എന്തെല്ലാമാണ്? ഫിനോത്തലീൻ. ഓക്കെ, യു ഹാവ് നൗ realized that acid turned blue litmus into red and base returned red litmus into blue. Do they have any other common properties? നീല ലിറ്റ്മസിനെ ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുമെന്നും ബേസുകൾ ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുമെന്നും നമ്മൾ പഠിച്ചു. ഇവയ്ക്ക് മറ്റേതെങ്കിലും പൊതു സ്വഭാവമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് എന്തൊക്കെ സ്വഭാവമുണ്ടെന്ന് നോക്കാം. ഇനി ഹൗ ഡു വിനീഗർ, ലെമൺ ജ്യൂസ്, ബട്ടർ മിൽക്ക് ആൻഡ് ടർമറിൻ ടേസ്റ്റ്? എന്ത് ടേസ്റ്റാണ്? സോർ ടേസ്റ്റ് അല്ലേ. ഓക്കെ,
ഇനി നെക്സ്റ്റ് നോക്കാം. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. എന്താണ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് നോക്കാം. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ബോത്ത് ആസിഡ് ആൻഡ് ബേസ് and it is a mixture of many indicators. When a few drops are added to acid or bases, it gives different colors according to their nature and concentrations. It can be determined by comparing with the colors chart on the bottle. എന്താ പറയണമെന്ന് വെച്ചാൽ ഒരേ സമയം ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. ഓക്കെ, ഓക്കെ, അതാണ് അത് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഹാവ് യു എവർ ഹാപ്പൻ ടു ടേസ്റ്റ് സോപ്പ് വൈൽ ടേക്കിംഗ് ബാത്ത്? നൗ ഹൗ ഡസ് ഇറ്റ്സ് ടേസ്റ്റ്? Soap and baking soda taste the same. They have an alkaline taste. Soap is basic in nature. Okay, all acid have sour taste, all base have alkaline taste. എന്താണ്, എല്ലാ ആസിഡുകളും പുളിരുചിയാണുള്ളത്, എല്ലാ ബേസുകൾക്കും കാരരുചിയാണുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ടിപ്പ് ഫിംഗേഴ്സ് ഇൻ ഈച്ച് ലിക്വിഡ് ഇൻ ദ സയൻസ് കിറ്റ് ആൻഡ് റബ് ദ fingers and as shown in the pictures, which liquid feels slippery? എന്താണ്, ഈ ശാസ്ത്രക്കിറ്റിലെ ഓരോ ദ്രാവകങ്ങളും എല്ലാം നമ്മൾ ഈ കൈവിരലുകൾ മുക്കി കൂട്ടിയൊരച്ച് നോക്കിക്കുകയാണെങ്കിൽ ഏത് ദ്രാവകത്തിനാണ് ഇങ്ങനെ വഴുവഴുപ്പ് ഉണ്ടാവുക, സ്ലിപ്പറി ആവുന്നത്? സോപ്പ് വാട്ടറും ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, ലൈം വാട്ടർ ആഡ് സസ്പെൻഷൻ. ഓക്കെ, വിച്ച് കോമൺ പ്രോപ്പർട്ടീസ് ബേസ് ഡിഡ് ഐഡൻറ്റിഫൈ ഹിയർ? ഏതാണ് ബേസുകളുടെ ഏത് പൊതു സ്വഭാവമാണ് ഇവിടെ ദൃശ്യമാകുന്നത്? ഇസ് സ്ലിപ്പറി അല്ലേ? ഓക്കെ, യു ഹാവ് നൗ ഐഡൻറ്റിഫൈഡ് ദ കോമൺ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ് ആൻഡ് ബേസിസ് ടാബ്ലറ്റ്. എന്താണ്, എന്തൊക്കെ കോമൺ പ്രോപ്പർട്ടീസാണ് ആസിഡിനും ബേസിനും ഉള്ളത് നോക്കാം. എന്തൊക്കെയാണുള്ളത്? സോർ ടേസ്റ്റാണ്, പുളിരുചിയാണുള്ളത്. എന്താണ്, ആസിഡിന് പുളിരുചി, ബേസിന് അൽക്കെയിൻ അപ്പക്കാരത്തിൻ്റെ ടേസ്റ്റാണ്. പിന്നെ ടേൺ ബ്ലൂ ലിറ്റ്മസ് ടു റെഡ് അല്ലേ? എന്താണ്, നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു, എന്താണ്, റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നു. ഇനി അടുത്തത് എന്താണ്? ഫീൽ ലൈക്ക് വാട്ടർ, ഫീൽ സ്ലിപ്പറി അല്ലേ? ഇനി അടുത്തത് റിയാക്ട് വിത്ത് മെറ്റൽ ടു പ്രൊഡ്യൂസ് ഗ്യാസസ് അല്ലേ? അത് മെറ്റലിനോട് റിയാക്ട് ചെയ്യും ആസിഡ്, പക്ഷേ ബേസ് എന്താണ്, വിൽ നോട്ട് റിയാക്ട് വിത്ത് മെറ്റൽ അല്ലേ? ഓക്കെ, അത് പഠിക്കാം. ഇനി അടുത്തത് നോക്കുന്നത് സബ്സ്റ്റാൻസസ് ദാറ്റ് ടേൺ ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. ഓക്കെ, അത് നോക്കാം. എന്താണ്, നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നവ ഏതൊക്കെയാണ്? യു ഹാവ് ടെസ്റ്റഡ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ സം സബ്സ്റ്റാൻസസ് ദാറ്റ് ടേൺ ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് സബ്സ്റ്റാൻസസ് ക്യാൻ ടേൺ ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്? ഓക്കെ, ഓറഞ്ച് ജ്യൂസ്, റൈസ് സൂപ്പ്, ബ്ലാക്ക് ടീ, പിന്നെ ബിലിംബി ജ്യൂസ്, ഗ്രേപ്പ് ജ്യൂസ്, ടൊമാറ്റോ ജ്യൂസ്, കോക്കനട്ട് വാട്ടർ. അപ്പോൾ എന്താണ്, ഇനി നമുക്ക് എന്താണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന ചില പദാർത്ഥങ്ങൾ പരീക്ഷിച്ച് കണ്ടെത്താനാണ് പറയുന്നത്. താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കാൻ കഴിയുന്ന ഏതൊക്കെയാണ്? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കാൻ കഴിയുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓറഞ്ച് ജ്യൂസ്, ബിലിംബി ജ്യൂസ്, ഗ്രേപ്പ് ജ്യൂസ്, ടൊമാറ്റോ ജ്യൂസ്. എന്താ റീസൺ? ഇറ്റ്സ് കണ്ടെയ്ൻ ആസിഡ് ബിക്കോസ് ഇറ്റ്സ് എ സോർ ടേസ്റ്റ്. ഓക്കെ, ഇനി